ജി പുരുഷോത്തമനും തോമസ് ജോർജും ഈ ടീമിൽ നിന്നും അവരുടെ മാക്സിമം ഔട്ട്പുട്ട് പുറത്തെടുപ്പിക്കുന്നുണ്ട്. ഈ മാക്സിമം ഔട്ട്പുട്ട് എന്ന് ഞാൻ പറയുന്നത് ഓരോ പ്ലെയറിന്റെ മെന്റാലിറ്റിയിലും വന്നിരിക്കുന്ന ചേഞ്ച് ആണ്. ഇതിനു മുമ്പ് സ്റ്റാറയുടെ കീഴിൽ ഈ ടീം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അവർ കാണിക്കാത്തൊരു ഫൈറ്റ് ഇപ്പൊ അവർ കാണിക്കുന്നുണ്ട്. റെഡ് കാർഡുകളോ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളോ ഇല്ലാണ്ട് റിസൾട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ടീം പോകുമ്പോൾ അവിടെയാണ് അവരുടെ ക്യാരക്ടർ പൊതുവെ പുറത്തു വരാറ്. ആൻഡ് ഇതുവരെ ഈ സീസണിൽ ഈ ടീം കാണിക്കാത്ത ആ ഒരു ക്യാരക്ടർ ഈ കഴിഞ്ഞ മത്സരങ്ങളിലായി പുറത്തു വരുന്നുണ്ട്. മിക്കായൽ സ്റ്റാറയോട് ഒരുപാട് സിമ്പതി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പുള്ളിക്ക് വേണ്ട റിസോഴ്സസ് ചിലപ്പോൾ പുള്ളിക്ക് കിട്ടിക്കാണില്ല. പക്ഷെ പഞ്ചാബിനെതിരെയും നോർത്ത് ഈസ്റ്റിനെതിരെയും നമുക്ക് കിട്ടിയ റിസൾട്ട് സ്റ്റാറയുടെ കീഴിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാനാവില്ലായിരുന്നു. ഇതിലൊരു ന്യൂ മാനേജർ ബൗൺസിനെ കുറിച്ചൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പെർഫോമൻസുകളൊക്കെ കാണുമ്പോൾ പ്ലേയേഴ്സിന്റെ ഇടയിൽ തന്നെ കുറച്ചുകൂടെ യൂണിറ്റി കൂടിയോ എന്നൊരു ഫീലിംഗ്. കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഓരോ പ്ലെയറിനും അവരുടെ ക്വാളിറ്റി പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്.